ഹലോ ഹായ് ആൻഡ് വെൽക്കം ടു ടേസ്റ്റി റിട്രീറ്റ്. ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്, കപ്പ ബിരിയാണി. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ 1 കിലോഗ്രാം കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കിലോഗ്രാം കപ്പയ്ക്ക് 1/2 കിലോഗ്രാം ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. കപ്പ ഇതേപോലെ ചെറുതായി മുറിച്ച് ഒരു പാത്രത്തിൽ നികക്കെ ഇതേപോലെ വെള്ളമൊഴിച്ച് നന്നായി തിളപ്പിക്കണം. കണ്ടോ, ഇതേപോലെ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കപ്പയിൽ നിന്ന് ഈ വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്ത് മാറ്റാം. ഇതേപോലെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം കപ്പ ഒരു കുക്കറിലോട്ട് മാറ്റാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്കിതിലൊരു തേങ്ങ ചതച്ചതും കൂടി ചേർക്കണം. അതിന് ഒരു ജാറിലോട്ട് 2 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, 1 മുറി തേങ്ങ ചിരവിയത്, 2 തണ്ട് കറിവേപ്പില, ഇതൊക്കെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അതും കൂടി നമുക്ക് നമ്മുടെ കപ്പയിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഇനി നമുക്കിതിൻ്റെ ചിക്കൻ തയ്യാറാക്കാം. അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി സോട്ടേ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞത് 3 ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതും നന്നായി സോട്ടേ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റാം. ഉള്ളി നന്നായി സോട്ടേ ആയതിനു ശേഷം നമുക്ക് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഞാനിവിടെ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നന്നായി സോട്ടേ ആയതിനു ശേഷം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇതൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി സോട്ടേ ചെയ്യാം. ഉള്ളിയും തക്കാളിയും മസാലപ്പൊടികളൊക്കെ നന്നായി വഴന്നു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ചേർക്കാം. ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. ഇതിലിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവുന്ന വെള്ളം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി പാൻ അടച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. നമ്മൾ ചിക്കൻ വെച്ചിട്ട് കുറച്ച് സമയമായി. നമുക്ക് ചിക്കൻ വെന്തോ നോക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. നമുക്കൊന്ന് അത് വറ്റിച്ചെടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കപ്പ നന്നായി സ്മാഷ് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ കണ്ടോ, ഇതാ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കപ്പ ചേർക്കാം. കപ്പ ചേർത്തതിന് ശേഷം ഇനിയെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മൾ കുക്കറിൽ വെച്ച് കപ്പ കുക്ക് ചെയ്തതുകൊണ്ടാണ് ഇത്രയും നന്നായി വെന്ത് കിട്ടിയത്. നമ്മുടെ കപ്പയും ചിക്കനും ഒക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട്
ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.